അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തിയ അധിനിവേശത്തിന്റെ ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാനിലെ ആയത്തുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതായത് റെജീം ചേഞ്ച് ആയിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ 39 ദിവസം യുദ്ധം ചെയ്ത് പെടുന്നനെ യുദ്ധം നിർത്താൻ ആഹ്വാനം ചെയ്ത് യുദ്ധത്തിൽ നിന്നും പിന്നോട്ട് പോയ ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ഭരണമാറ്റം അവിടെ വേണമെന്ന് സംസാരിക്കാൻ പോലും തയ്യാറാകാത്തൊരവസ്ഥയാണ്. ദിവസങ്ങളായി അദ്ദേഹം പറഞ്ഞത് ഇറാനിനെ നരകമാക്കും, ഇറാനിൻ്റെ ആണവ നിലയങ്ങളും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഊർജ മേഖലകളും കുടിവെള്ള സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ റോഡുകളും പാലങ്ങളും ഒക്കെ തകർത്തുകൊണ്ട് ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കും. ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് യുദ്ധം നിർത്തിവെച്ച് ഹോർമുസ് കടല് പൂർണ്ണമായും അമേരിക്കയുടെ വിധേയത്വത്തിലാക്കിയിട്ടില്ലെങ്കിൽ നരകമാകുന്ന തരത്തിലുള്ള അതിഭയാനകരമായ അക്രമങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം കൊടുക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം പിന്നെ പറയുന്നതൊക്കെ ഇങ്ങനെ മാറ്റി പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ മാനസിക നില തന്നെ ഒരു ശരിയായ മാനസിക നിലയിലാണോ എന്ന് അമേരിക്ക തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ലോകത്തിലെ തന്നെ വലിയ സമ്പദ്ഘടനയുള്ള വലിയ സംവിധാനമുള്ള ഒരു വലിയ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു മാനസിക രോഗിയാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംവിധാനങ്ങളും ഒക്കെയാണ് ഇന്ന് അമേരിക്കയിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പോലും ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായും ഹോർമൂസ് കടൽ തുറന്നില്ലെങ്കിൽ, ഹോർമൂസിന്റെ കപ്പൽ ചാല് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെയുള്ള ഇറാനിന്റെ പാരമ്പര്യമുള്ള സംസ്കൃതിയെ തന്നെ നിഷ്കാസനം ചെയ്തു കളയുമെന്ന വലിയ തരത്തിലുള്ള പ്രലോഭനപരമായ മുദ്രാവാക്യങ്ങളും വലിയ അത്തരത്തിലുള്ള സമീപനവുമായാണ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ വരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ലോകരാജ്യങ്ങളൊക്കെയും ഈ ഒരു തരത്തിലുള്ള കാടത്വം അംഗീകരിക്കില്ലെന്നും ഈ തോന്നിവാസവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങളെയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്നും നാറ്റോയും മറ്റ് രാജ്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ ഇത് നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 39 ദിവസം യുദ്ധം ചെയ്ത് 39ാമത്തെ ദിവസം പെടുന്നനെ യുദ്ധത്തിൽ നിന്നും പിന്മാറി ഒരു കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് ഉള്ളത്. അപ്പൊ ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് 10 ഇന നിർദ്ദേശങ്ങൾ നിങ്ങളെ മുമ്പിൽ വെക്കാനുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒന്ന്, ഇനി മേലിൽ ഒരിക്കൽ പോലും ഇറാനെ അന്യായമായി ആക്രമിക്കപ്പെടരുത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ വില നിങ്ങൾ നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഇറാനുമായിട്ടുള്ള ഇസ്രായേലിന്റെ പേരിലോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിലോ ഇറാനെ ആക്രമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് അമേരിക്ക ഉറപ്പ് കൊടുക്കണമെന്നാണ് ഒന്നാമത്തത്. അതോടൊപ്പം തന്നെയാണ് രണ്ടാമതായി അവർ പറയുന്നത്, ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഞങ്ങൾക്ക് വിട്ടുതരണം. ഞങ്ങൾ പറയുന്ന സംവിധാനങ്ങളിലൂടെ, ഞങ്ങൾ പറയുന്ന രീതിയിലൂടെ എല്ലാ കപ്പലുകളെയും കടത്തിവിടാൻ ഞങ്ങൾ തയ്യാറാണ്. അതേസമയം ഹോർമൂസിന്റെ നിയന്ത്രണം ഞങ്ങൾക്കായിരിക്കും. അതോടൊപ്പം തന്നെ അവർ മൂന്നാമതായി ആവശ്യപ്പെടുന്നത്, ഈ യുദ്ധം 39 ദിവസം കഠിനമായ മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇറാനിന്റെ നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. അവിടെ കുട്ടികൾ മരിച്ചു, വയോജനങ്ങൾ മരിച്ചു, സ്ത്രീകൾ മരിച്ചു, അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ നാശത്തിലായി, എല്ലാ മേഖലയും താറുമാറായി. അപ്പൊ അതുകൊണ്ട് ഭയാനകരമായ സാമ്പത്തികമായ നഷ്ടമാണ് ഇറാൻ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ യുദ്ധക്കെടുതി കൊണ്ടുണ്ടായ നാശനഷ്ടം അമേരിക്ക ഇറാന് നൽകണമെന്നാണ് മറ്റൊരു ഉപാധി. അതോടൊപ്പം തന്നെയാണ് അറബ് രാഷ്ട്രങ്ങൾക്ക് ഇതുമൂലം ഉണ്ടാകുന്ന വലിയ നഷ്ടം. കാരണം വലിയ പണം നൽകി
ഞങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോടാനുകോടി രൂപ വാങ്ങി. നമുക്കറിയാം GCC രാഷ്ട്രങ്ങളിലെ ഭൂമിയും വായുവും ആകാശവും മറ്റ് സൗകര്യങ്ങളൊക്കെ അമേരിക്കക്ക് വിട്ടുകൊടുത്ത് ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് വിചാരിച്ച അറബ് രാഷ്ട്രങ്ങൾ ഇന്ന് അങ്കലാപ്പിലാണ്. ഇത്രയും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഈ 39 ദിവസം കൊണ്ട് ഇറാൻ പൂർണ്ണമായ ശക്തി ഉപയോഗിക്കാതെ അവരുടെ ചെറിയ ഡ്രോണുകളും ചെറിയ മിസൈലുകളും ഒക്കെ വിട്ടപ്പോൾ തന്നെ അവിടെയുണ്ടായ നാശനഷ്ടങ്ങളും അതോടൊപ്പം തന്നെ അവിടെയുണ്ടായ സാമ്പത്തികമായ പ്രയാസങ്ങളും അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ താറുമാറായതും നമുക്കെല്ലാവർക്കും അറിയാം. ഏതാനും ദിവസം മുമ്പേ എൻ്റെ സുഹൃത്ത് UAE നിന്ന് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് പെട്രോളിന്റെ വില കുതിച്ചുയർന്നു, ഒരുപാട് ആളുകൾക്ക് തൊഴിലില്ലാതായി, നന്നായി തൊഴിൽ നടക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായി, അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. അങ്ങനെ നിലനിൽപ്പില്ലാതെ നൂറുകണക്കിന് ആളുകൾ അവിടെ വന്ന് പല തൊഴിലും തുടങ്ങി തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. അവിടെ ഇനി ഒരു നിലനിൽപ്പില്ല എന്ന് തോന്നുന്ന രൂപത്തിൽ പല ആളുകളും അവിടെ ഇന്റർവ്യൂവിനൊക്കെ പങ്കെടുത്തിട്ട് ഒരു തൊഴിൽ കിട്ടി 3-4 ദിവസമൊക്കെ പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ തൊഴിൽ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒരു നല്ല തൊഴിൽദാതാക്കളായ GCC രാഷ്ട്രങ്ങളിൽ അവിടെ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് നമുക്ക് ഈ ഒരു യുദ്ധത്തിലൂടെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവർക്ക് നൽകുന്ന സെക്യൂരിറ്റി അത് 100% വിജയിക്കുന്ന ഒരു സെക്യൂരിറ്റി അല്ല, അത് പരാജയമാണ്. അതുകൊണ്ട് വെറുതെ അമേരിക്കക്ക് പണം നൽകി അവിടെയുള്ള വായുവും മണ്ണും ജലവും ആകാശവും ഒക്കെ അമേരിക്കക്ക് വിട്ടുകൊടുത്ത് അതാത് രാഷ്ട്രങ്ങളുടെ സാംസ്കാരിക തന്മയത്വം നഷ്ടപ്പെടുത്തുക എന്നല്ലാതെ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണവുമില്ല. നിങ്ങൾ സ്വതന്ത്രരായ ഒരു രാജ്യമായി, പരമാധികാരമുള്ള രാജ്യമായി, സ്വതന്ത്രമായി നിങ്ങളുടെ സംരക്ഷണവും സ്വതന്ത്രമായി നിങ്ങൾക്ക് ചെറുത്തു നിൽക്കാനുള്ള കെൽപ്പുമൊക്കെ നിങ്ങൾ നേടിയെടുക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു തിരിച്ചറിവ് GCC രാഷ്ട്രങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായിരുന്നാലും അമേരിക്കക്ക് മുമ്പിൽ ഇറാൻ മുന്നോട്ട് വെച്ച ഈ 10 ഇന നിർദ്ദേശങ്ങൾ വെള്ളിയാഴ്ച മുതലാണ് പാകിസ്ഥാനിൽ വെച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. ആ ചർച്ചയിൽ ഉരുതിരിഞ്ഞു വരുന്ന തീരുമാനങ്ങളുടെ അന്തിമ ഫലമായിരിക്കും ഇറാനും ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന ഈ യുദ്ധത്തിന്റെ ഒരു സമാപ്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് അമേരിക്കയെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ന് പറയുന്ന കാര്യമല്ല നാളെ ട്രംപ് പറയുക, നാളെ പറയുന്ന കാര്യമല്ല പിറ്റേന്ന് ട്രംപ് പറയുക, ഇന്ന് പറഞ്ഞ ഒരു കാര്യമായിരിക്കില്ല 2 ദിവസം കഴിയുമ്പോൾ ട്രംപ് പറയുക. ഇതിങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മനോരോഗിയുടെ എല്ലാ അവസ്ഥയും നമുക്ക് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് പൂർണ്ണമായി യുദ്ധം വഴിമാറി നിന്ന് ഇനി ഒരിക്കലും ഇറാനെ അമേരിക്ക ആക്രമിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. എങ്കിലും ലോകരാഷ്ട്രങ്ങൾക്കിടയിലും അതോടൊപ്പം തന്നെ GCC രാഷ്ട്രങ്ങൾക്കിടയിലും നാറ്റോ സഖ്യത്തിനിടയിലുമൊക്കെ തല താഴ്ത്തേണ്ടി വന്ന ഡൊണാൾഡ് ട്രംപിന് ഇറാന്റെ ഭരണമാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ഇറാനിൽ ഒരു പാവ ഗവൺമെന്റിനെ കൊണ്ടുവന്ന് അവിടെയുള്ള എണ്ണ സമ്പത്ത് കുറ്റിക്കൊണ്ടുപോകാനുള്ള തന്ത്രം മെനഞ്ഞ ട്രംപിന് അതൊന്നും സാധിക്കാതെ പെട്ടെന്ന് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കരാറിലേക്ക് എത്തേണ്ടി വന്നു. ഇറാൻ ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ട് വരുന്നു എന്ന് പറയുന്നത് തന്നെ ഇറാന്റെ മഹത്വമാണ്, ഇറാന്റെ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയാണ്, അവിടെയുള്ള ജനങ്ങളുടെ ശക്തിയാണ്. അവിടെയുള്ള ജനങ്ങൾ അവിടെയുള്ള സംസ്കൃതിയെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വലിയ മുറവിളി കൂട്ടിയപ്പോൾ അവിടെയുള്ള എല്ലാ ജനങ്ങളും കൂടി തെഹ്റാനിലേക്ക് തടിച്ചു കൂടിക്കൊണ്ട് ഞങ്ങളെ കൊന്നിട്ടല്ലാതെ ഞങ്ങളുടെ സംസ്കൃതിയെ, ഞങ്ങളുടെ സംസ്കാരത്തെ, ഞങ്ങളുടെ ചിന്തയെ ഇല്ലാതാക്കാൻ സാധ്യമല്ല എന്ന പ്രഖ്യാപനമാണ് നമ്മൾ കണ്ടത്. ഇതിലൊക്കെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു യുദ്ധ കരാറിലേക്ക് എത്തുകയും താൽക്കാലികമായി വെടിനിർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ഭരണാധികാരിയാണ്. എങ്കിലും താൽക്കാലികമായുള്ള ഈ വെടിനിർത്തൽ പശ്ചിമേഷ്യയിൽ വലിയ സമാധാനമാണ് കൊണ്ടുവരിക, വലിയ
സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് അവർ തിരിച്ചു വരും. ഇറാന് നഷ്ടപരിഹാരങ്ങൾ വാങ്ങിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾ പെട്രോൾ വിറ്റിട്ടോ അവരുടെ ഊർജങ്ങൾ ചെലവാക്കിയോ അവർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും. അമേരിക്ക ആഗ്രഹിച്ച പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കാതെയാണ് ഈ ഒരു യുദ്ധത്തിന്റെ സമാപ്തിയിലേക്ക്, ഈ ഒരു യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയുള്ള ഉടമ്പടിയിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ പ്രധാനമായും ആഗ്രഹിച്ച റെജീം ചേഞ്ച് നടന്നിട്ടില്ല. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഊർജ മേഖലയിൽ ഉണ്ടായിരുന്ന യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുകയും ആണവായുധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകലമാന പ്രവർത്തനങ്ങളും ഇല്ലാതാക്കുകയും അതിനെ സമ്പൂർണമായി നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശവും കൂടിയും അവർക്ക് രണ്ടാമതായിട്ടുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലും അവർ വിജയിച്ചിട്ടില്ല. ഇന്നും ഇറാൻ ഈ 10 നിർദ്ദേശത്തിൽ പറയുന്നത് ന്യായമായ കാര്യങ്ങൾക്ക്, സമൂഹത്തിന്റെ നന്മക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ഞങ്ങൾക്ക് അധികാരം തരണം. ആ അധികാരമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ കരാറിൽ ഒപ്പിടുള്ളൂ. അതോടൊപ്പം തന്നെ അവർ വീണ്ടും പറയുന്നത് അത്തരത്തിലുള്ള സതുദ്ദേശത്തോടുള്ള ആവശ്യങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഞങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് അവർ പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെയുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ, എത്രമാത്രം അമേരിക്ക ഈ നിർദ്ദേശങ്ങളെ അംഗീകരിക്കും എന്നുള്ളത് ഇനി വരുന്ന ചർച്ചകൾക്കിടയിൽ നമുക്ക് മനസ്സിലാക്കാം. താൽക്കാലികമായ ഈ യുദ്ധവിരാമം പശ്ചിമേഷ്യക്ക് ഉണ്ടാക്കുന്ന ശാന്തിയും സമാധാനവും സാമ്പത്തിക അഭിവൃദ്ധിയും ചെറുതല്ല. അത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിയും ചെറുതല്ല. ഏതായിരുന്നാലും ഇറാന്റെ ഈ കടുത്ത ചെറുത്തുനിൽപ്പിനെ, ഇറാനെ അമേരിക്കയെയും ഇസ്രായേലിനെയും ശ്വാസം മുട്ടിച്ചുകൊണ്ട് ഒരടി പിന്നോട്ട് പോകാതെ ഞങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെയും അവർ വിചാരിക്കുന്ന തരത്തിലേക്ക് ചൊൽപ്പടിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ച ഇറാൻ, ആ ഇറാനാണ് ഇന്നത്തെ താരം ലോകരാജ്യങ്ങൾക്കിടയിൽ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായിരുന്നാലും എൻ്റെ ഈ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.